ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാം. ചെക്കൊന്ന് മാറണം. ഇന്നാണല്ലേ ചെക്കിൻ്റെ ഡേറ്റ്? നോക്കട്ടെ. 2 lakhs. മോനെ പണക്കാരാ, ചെലവുണ്ടിട്ടാ. എടാ ഇതെന്തോ കുഴപ്പമുണ്ടല്ലോ. നീ ബാങ്കിന്റെ പേര് നോക്കിയേ. ICIC അല്ല, ഇത് ഏത് ബാങ്കാണ്? എടി എന്ത് പണി കിട്ടിയാണ്ട്? ഇത് കള്ളച്ചെക്കാണ്ടാ. ഞാൻ എൻ്റെ പ്രോജക്റ്റ് മുഴുവൻ കൊടുത്തു. മെയിൽ അയച്ചല്ലേ കൊടുത്തത്? അല്ല, പിന്നെ പെൺഡ്രൈവ്. എന്ത് പണിയാണ് കാണിച്ചത്? മെയിൽ അയച്ചല്ലേ ഇതൊക്കെ കൊടുക്കേണ്ടത്? അയാളെ കാണാൻ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. ഇതാണ് ഡീസന്റ്? നല്ല ഫ്രോഡാണ് ഇതൊക്കെ. നോക്കിയേ, ഇത് നോക്കിയേ. ഇത് കണ്ടാണോ? നീ കണ്ടാണോ വീഡിയോ? നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സോക്സ് ഉണ്ടാവും. സോക്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ അരിയെടുത്ത് അതിലൊന്നും നിറയ്ക്കുക. എന്നിട്ട് വീട്ടിൽ ഓവൻ ഉള്ളവരാണെങ്കിൽ ഓവനിൽ വെച്ച് ചൂടാക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ സാധാരണ അടുപ്പിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിലിത് ചൂടാക്കിയതിന് ശേഷം ആ വേദനയുള്ള ഭാഗത്ത് നമുക്ക് ചൂട് പിടിക്കാൻ പറ്റും. നമുക്കിന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു പെയിൻ അബ്സോർബറാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ പുത്തൻ ഐഡിയാസ്. താങ്ക് യു. ഞാൻ പറഞ്ഞ ആള് ഫ്രോഡാണെന്ന്. എടാ ഇത് പണിയിട്ടിട്ടത് ഇങ്ങനെയാണ് എൻ്റെ ഒരു കഥ പോയത്. മറ്റേത് എടാ പ്രീതി ചേച്ചിയല്ലേ നിന്നെ ആൾക്ക് പരിചയപ്പെടുത്തുന്നത്? നീ പ്രീതി ചേച്ചി വിളിക്ക്, നമുക്ക് എങ്ങനെയെങ്കിലും ആളെ കാണാം. ഇത് ആരാണ്? ഇത് ആളെ കുറിച്ച് അന്വേഷിച്ചില്ല. എനിക്ക് അറിയില്ല എന്തുമാ. സമയം എന്താണ്? ചേച്ചി തിരക്കിലാണോ? ഇല്ല, പറഞ്ഞോടാ. അതെ, നീ ചേച്ചി ദീപാണേ. ചേച്ചി പിന്നെ അന്ന് സാമിന് ഒരു ഇൻവെസ്റ്ററെ പരിചയപ്പെടുത്തി കൊടുത്തില്ലേ ചേച്ചി? ആളെ ചേച്ചിക്ക് എങ്ങനെയാ പരിചയം? ഒരു ദിവസം എന്തോ ഒരു മീറ്റിങ്ങിന് ഇവിടെ വന്നിരുന്നു. അവരുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇൻവെസ്റ്ററാണെന്ന് മനസ്സിലായി. അപ്പൊ ബില്ല് കൊടുക്കാൻ നേരം ഞാൻ നമ്മുടെ സാമിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ചേച്ചിക്ക് അല്ലാതെ ആളെ എങ്ങനെ പരിചയം? എന്തെങ്കിലും പരിചയമുണ്ടോ? എന്ന് വിചാരിച്ച് പരിചയപ്പെടുത്തി കൊടുത്തതാ. എന്താ ദീപു, വല്ല പ്രശ്നമുണ്ടാ? ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഇത് പണിയാണ്. അന്ന് ചേച്ചിയുടെ അവിടെ നിന്ന് പോയതിന് ശേഷം ഞാനാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. എനിക്കൊരു ഡൗട്ടും തോന്നിയില്ല. ഡാടാ നീ സമാനപ്പെട്, നമുക്ക് ആളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം, സംസാരിച്ച് കാര്യം റെഡിയാക്കാം. ഇനി എടാ ഇവൻ ഇതെന്റെ ഇടണ്ടാണ് ഇവന്റെ ഒരു ജാട. അവന്റെ ചെക്കും 2 ലക്ഷം രൂപ ഇത്ര ചുളൂരടിച്ചിട്ട് അല്ലടാ ഒരു ഊള കോൺസെപ്റ്റ് കൊണ്ട്. ഇനിയിപ്പം നീ ഇതിൽ പറയണം, നീ അടുത്തോണോ വല്ല നല്ല നല്ല സാധനം ചെയ്യും. നീ പോ എടാ, അത് നന്നായുള്ളൂ. നീ എന്ത് എടാ അവനെല്ലാം തന്നെ കയ്യിൽ നിന്ന് പോയിരിക്കാം. നമ്മളതിലൂടെ കാഷ്വലാവും. എന്റെ മീനു, നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? ആ MD വരാൻ ഇനിയും കുറച്ച് ദിവസം എടുക്കില്ലേ? അപ്പോഴേക്കും കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്താൽ പോരെ? കോൺസെപ്റ്റ് മാത്രം ഡെവലപ്പ് ചെയ്താൽ പോരാ, പ്രസന്റ് ചെയ്യാൻ പോകുന്നത് മനോജിന്റെ മുന്നിലാ. എത്ര നന്നായി പ്രസന്റ് ചെയ്തില്ല അയാൾ ഇത് കൊള്ളൂലെന്നേ പറയും. വേണ്ട, നമുക്ക് MDയുടെ മുന്നിൽ പറയാലോ. അതും പറ്റില്ല. MDക്ക് ഇതൊന്നും കേട്ടിരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മനോജിനെ ഇത് ഏൽപ്പിച്ചു പോയത്. ഒരു കാര്യം ചെയ്യാം, മനോജിനോട് ഞാൻ പറഞ്ഞോളാം. നീ ആലോചിച്ച് വെച്ച ലൈനൊക്കെ നല്ലതാ. എന്തായി കാര്യങ്ങൾ? എന്ത് കാര്യങ്ങള്? അല്ല, കോൺസെപ്റ്റിന്റെ കാര്യം. MD പറഞ്ഞ കാര്യങ്ങളൊന്നും ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞില്ലേ? MD പറഞ്ഞതും പറഞ്ഞു, മറ്റ് ചെലവന്മാര് പറഞ്ഞതും പറഞ്ഞു. അതെനിക്കറിയായിരുന്നു, ഞാനത് പ്രതീക്ഷിച്ചു. അതിന്റെ ഉത്തരം ഞാൻ അവിടെ വന്ന് പറയാതിരിക്കായിരുന്നു. അത് വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ ആദ്യം കോൺസെപ്റ്റിന്റെ കാര്യം എന്തായെന്ന് പറയും. കോൺസെപ്റ്റ് റെഡി ആവണേ ഉള്ളൂ. എനിക്കെപ്പോ കിട്ടും മീൻകുട്ടി? ഹലോ, മീനുകുട്ടി അല്ല തരാൻ പോണ്, ഞാനാ തരാൻ പോണ്. അതിന് മുമ്പ് ഞാൻ MDക്ക് മെയിൽ ചെയ്യും, ഇല്ലെങ്കിൽ താനെടുത്ത് വിഴിഞ്ഞാലോ. MD ഡ്യൂട്ടി തരുന്നു, ഞാൻ ചെയ്യുന്നു. അന്ന് ആ ഹോട്ടൽ ഇനോഗ്രേഷനെ ഇവളുടെ കോൺസെപ്റ്റ് തന്ന് തന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിലേ തന്റെ ജോലി പോയി കിട്ടിയാനെ. അതൊന്നും മറക്കണ്ട. അതിനെ രക്ഷിക്കാൻ പറഞ്ഞല്ല, ബട്ട് യെസ് അന്ന് എനിക്ക് പണി കിട്ടിയാനെ. അല്പം മറുപടി കൂട്ടിക്കോ. വയസ്സും പ്രായമൊക്കെ ആയിട്ട് വരുമല്ലേ, എല്ലാം തലയിൽ നിൽക്കില്ല, ചിലതൊക്കെ മറന്നു പോകും. പിന്നെ പലതും മറന്നാലല്ലേ ഈ ഫീൽഡിലൊക്കെ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റുള്ളവരൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്താലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് തനിക്ക് മനസ്സിലായില്ലേ, പല്ലു കൊഴിഞ്ഞ സിംഹമേ? പല്ലു കൊഴിഞ്ഞു? ഇല്ലല്ലോ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാണ്ട്. യെസ് പ്ലീസ്. തന്നോടല്ല, അവയ്ക്ക് പറ്റിയൊരു കിടിലൻ ക്യാപ്ഷൻ കിട്ടി. കലക്കി സൂപ്പർ ഐഡിയ. അവയ്ക്ക് ഇപ്പൊ തന്നെ മെസ്സേജ്. ഓക്കെ.
ഹലോ എന്താ വായം തുറന്ന് നോക്കിക്കണ്? കോൺസെപ്റ്റ് കിട്ടുമ്പോഴേ അങ്ങോട്ട് വരാം. ഇപ്പൊ ചെല്ല്. അല്ല എനിക്കിപ്പോ തന്നെ വേണം. ആ ഇപ്പൊ തന്നെ തരാം. അവളോട് പറഞ്ഞ മറുപടി തരാം. വേണോ വേണോ? വേണ്ട വേണ്ട വേണ്ട. നമുക്ക് പിന്നെ സംസാരിക്കാം. എനിക്കിത് തിരക്കണെന്ന് ആ ശരി ശരി. വേഗം വണ്ടി വിട്. ടാറ്റാ. ക്യാപ്ഷനൊക്കെ കൊള്ളാം, പക്ഷെ ഇതല്ല എക്സാക്ട്ലി എനിക്ക് വേണ്ടത്. അവിനാഷ് കൊണ്ടുവന്ന ക്യാപ്ഷൻസ് മോശമാണ് എന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ബെറ്റർ ക്യാപ്ഷൻസ് ഏജൻസിക്കാർ തന്നാണ്. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അയ്യോ നോ പ്രോബ്ലം, സാറിന്റെ ഇഷ്ടമാണല്ലോ ഇമ്പോർട്ടന്റ്. ഫിറോസേ സോറി ഇടൂ, നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. ഹേ കുഴപ്പമൊന്നുമില്ലടാ, പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ്. സാർ ആക്ച്വലി ഒരു ലാസ്റ്റ് ക്യാപ്ഷൻ കൂടി ഉണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയതാ. ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. സർ ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ക്യാപ്ഷൻ. 100% നാച്ചുറൽ ഹെയർ ഓയിൽ, ഹണി കൊക്കോ. ഇനി തലമറന്നും എണ്ണ തേക്കാം. ഇനി തലമറന്നും എണ്ണ തേക്കാം. ഇനി തലമറന്നും എണ്ണ തേക്കാം. ഞാൻ എൻ്റെ വാക്ക് പാലിക്കുന്നു. ഈ വർക്ക് അവിനാഷ് തന്നെ ചെയ്യുന്നു. ഇനി താങ്ക് യു സർ. തലമറന്നും എണ്ണ തേക്കാം. ഫിറോസേ കൊള്ളാം. ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് ഇപ്പൊ തന്നെ വരാം. എടാ നീ ഇതിപ്പോ ഉണ്ടെങ്കി ഇത് ഞാനല്ല, മീനുവാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. മെസ്സേജ് ആണ് ഇപ്പൊ. കൊള്ളാലോ. അപ്പൊ നിങ്ങള് മെയ്ഡ് ഫോർ ഈച്ചർ തന്നെ.